കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിക്ക് നൈറ്റി വാങ്ങിക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് എത്തിയ സുധീഷ് നൈറ്റിയുടെ സൈസ് അറിയാൻ വേണ്ടിയിട്ട് സെയിൽസ് ഗേളിനോട് ദേഹത്ത് വെച്ച് നോക്കാനൊക്കെ പല ആംഗ്യങ്ങളൊക്കെ കാണിച്ച് തിരിച്ചു കൊടുക്കും. എന്നാൽ ഈ സമയത്താണ് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ ഹരീഷ് കടയിലേക്ക് വരുന്നത്. സുധീഷിന്റെ കളികളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈ ആള് ഇനിയും ഈ പണി നിർത്തിയില്ലേ എന്നൊക്കെ മനസ്സിലോർത്ത് കുറച്ചു സമയം അങ്ങനെ നോക്കി നിന്ന് അവൻ കടക്കകത്തേക്ക് കയറി വരുന്നുണ്ട്. ഹരീഷിനെ കണ്ട് വരണം സർ എന്ന് പറയുമ്പോൾ ഹരീഷെ നീയോ എന്ന് സുധീഷ് ചോദിക്കും. സാറേ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ടവലില്ലേ എന്ന് ഹരീഷ് ചോദിക്കാണ്. ഇതിന്റെ ബില്ല് കൊടുത്തിട്ട് ഇപ്പോൾ തരാമെന്ന് സെയിൽസ് ഗേൾ പറയും. അത് വേണ്ടെന്നും തനിക്ക് തിരക്കൊന്നുമില്ലെന്നും അത് കൊടുത്തിട്ട് മതിയെന്ന് സുധീഷ് പറയുമ്പോൾ അവളും അതിന് സമ്മതിച്ചു. സാറിന് എങ്ങനെയുള്ള ടവൽ വേണമെന്ന് ചോദിക്കാണ്. വില കുറഞ്ഞ ടവൽ മതിയെന്ന് ഹരീഷ് പറയും. സംശയത്തോടെ വില കുറഞ്ഞ ടവലോ, എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ഹരീഷ് പറയും. ഒരു ടവൽ ഹരീഷ് സെലക്ട് ചെയ്യുമ്പോഴേക്കും 50 രൂപയാണെന്ന് പറയാണ് സെയിൽസ് ഗേള്. ഹരീഷ് ക്യാഷ് എടുക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് ഇതും കൂടി ചേർത്തിട്ട് ബില്ല് അടിച്ചേക്ക്, ഞാൻ തന്നേക്കാമെന്ന് പറയും. അങ്ങനെ ബില്ലെടുക്കാൻ പോകുമ്പോൾ 50 രൂപ നീ എനിക്ക് പിന്നെ തന്നാ മതി എന്ന് സുധീഷ് ഹരീഷിനോട് പറയാണ്. അതെ, നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് 17,000 രൂപ തന്നെ ചെലവായിട്ടുണ്ട് എന്ന് ഹരീഷ് പറയും. നീ അപ്പോഴേക്കും കണക്ക് പറയാൻ തുടങ്ങിയോന്ന് ചോദിക്കാണ് സുധീഷ്. ബില്ലും ഡ്രസ്സുമായി അവൾ വരുമ്പോൾ സുധീഷ് ഇനിയും കാണണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉറപ്പായും സർ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടാകുമെന്നും പറയും. ബില്ലും പേ ചെയ്ത് ഹരീഷും സുധീഷും കൂടി പുറത്തേക്ക് ഇറങ്ങി. അവൻ വീട്ടിലേക്കല്ലേ എന്നും താനും ഉണ്ടെന്ന് പറയുമ്പോൾ വന്ന് തുലക്ക് എന്ന് പറയാണ് ഹരീഷ്. അവർ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അമ്പലത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുനന്ദയും നിധിയും നികേഷും. പ്രദക്ഷിണത്തിനിടയിൽ എപ്പോഴും ഈ അമ്പലത്തിലേക്ക് വരണമെന്ന് സുനന്ദ. എന്നിട്ട് വരാറുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ അപ്പോഴൊക്കെ പണി തരുമെന്നും എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തായാലും വരുമെന്ന് സുനന്ദ പറയുന്നുണ്ട്. എന്റെ അമ്മ വാ തുറന്ന അപ്പോ അമ്പലത്തിലേക്ക് നേർച്ച നൽകും, എന്നാലും അമ്പലത്തിലേക്ക് പോവില്ല എന്നും കാരണം രാവിലെ കുളിക്കാൻ മടിയാണെന്നും രാത്രിയിലാണ് കുളിക്കുന്നതെന്നും സുനന്ദ പറയുന്നതിന് പിന്നാലെ സുനന്ദ നിധിയോട് വീട്ടിലെ സഹോദരങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ മാത്രമാണുള്ളതെന്ന് നിധി പറയും. എനിക്ക് ചേട്ടനും ചേച്ചിയും അനിയത്തിയും ഒക്കെ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ചേച്ചിയായി ഉപദേശിക്കും. അനിയത്തിയോ അനിയനോ ആയിട്ട് ഞാൻ എന്നോട് തന്നെ വാശി പിടിക്കും. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാമെന്ന് പറയാണ് നിധി. നിധിയുടെ അച്ഛന് ബിസിനസ് അല്ലേ, എന്റെ അച്ഛൻ ദുബായിലാണ്. 3 വർഷമായി വന്നിട്ട്. ചോദിച്ചാൽ പറയും എന്റെ കല്യാണത്തിലെ പണം ഉണ്ടാക്കാൻ പോയിരിക്കുകയാണെന്ന്. അച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ ദേഷ്യം വന്നാൽ പേടിയാണ്, കൊല്ലും എന്നൊക്കെ പറയും. പക്ഷേ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സുനന്ദ ചിരിക്കും. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഞാനും അമ്മയും ഗംഗാധര മേനോനും മാമന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മരിച്ചുപോയി എന്നും പറയും. മകനുണ്ട്, ദുബായിലാണെന്നും പറയാണ്. അമ്പലത്തിലെ നടത്തുന്നതിനിടെ തന്നെ അമ്പലത്തിലെ വിശേഷങ്ങൾ സുനന്ദ ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടനെ കണ്ടപ്പോൾ സ്വന്തം ചേട്ടനെ പോലെ തോന്നിയെന്ന് പറയാണ് നിധി. സുഭാഷേട്ടനെ ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട്? ലോകത്തിലെ ഏറ്റവും നല്ല ആളാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സുഭാഷേട്ടനാണെന്ന്, എന്റെ മുറച്ചെറുക്കനാണെന്ന് സുനന്ദ നാണത്തോടെ പറയാണ്. തനിക്ക് സുഭാഷേട്ടനെ കല്യാണം കഴിക്കാൻ വലിയ ഇഷ്ടമാണെന്നും ഈ അമ്പലത്തിൽ വരുന്നത് തന്നെ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കല്യാണക്കാരെ നടക്കാൻ വേണ്ടിയിട്ടാണെന്നും സുനന്ദ പറയും. സുഭാഷേട്ടൻ വലിയ കുക്കാണെന്നും കറിയുടെ മണം മാത്രം മതി നാഴെ അരിയുടെ ചോറ് കഴിക്കാന്. സുഭാഷേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ വീട് വീടായിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അനിയന്മാരെല്ലാവരും ചേർന്ന് കൊടുത്തിന് ആ വീടങ്ങ് കുട്ടിച്ചോറാക്കിയേനെന്നും പറയും. അമ്പലത്തിലെ പ്രദക്ഷിണം കഴിഞ്ഞ് 3 തവണ പ്രദക്ഷിണം തുടരുന്ന സുനന്ദയോട് പ്രദക്ഷിണം 3 കഴിഞ്ഞു എന്ന് നിധി ഓർമ്മിപ്പിച്ചു. 7 പ്രദക്ഷിണം മിനിമം വെക്കണം, എന്നാൽ മാത്രമേ വിചാരിച്ച കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയാണ് സുനന്ദ. നിധി ഒരു വശത്തേക്ക് വന്നിരിക്കുമ്പോൾ സുനന്ദ വീണ്ടും പ്രദക്ഷിണം വെക്കാൻ പോവാണ്. പ്രാർത്ഥന കഴിഞ്ഞ് നികേഷ് നിധിയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ സുനന്ദക്ക് സുഭാഷേട്ടനോട് വലിയ സ്നേഹമാണെന്ന് നിധി പറഞ്ഞു. സുഭാഷേട്ടൻ എപ്പോ വന്നാലും അവൾ എത്തും, എത്ര ചീത്ത കേട്ടാലും അവൾ അവിടുത്തെ ഹാജർ മുടക്കില്ലെന്ന് പറയാണ് നികേഷ്. സുഭാഷേട്ടൻ ഇല്ലെങ്കിൽ അവൾ തിരിഞ്ഞു നോക്കില്ലെന്ന് നികേഷ് പറഞ്ഞു. സുഭാഷേട്ടൻ സുനന്ദയെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുനന്ദക്ക് ഇഷ്ടമാണ്, പക്ഷേ കല്യാണം നടക്കില്ലെന്ന് നികേഷ് പറയും. അതിന് കാരണം വീട്ടുകാരെ സമ്മതിക്കില്ലെന്നും വർഷങ്ങളായുള്ള വഴക്കാണെന്നും പറയാണ് നിധിക്ക്. പക്ഷേ സുനന്ദക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് നിധിയും പറയുന്നുണ്ട്. പക്ഷേ സുനന്ദക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ടമാണല്ലോ എന്ന് നിധി പറയും. സുഭാഷേട്ടനെ സുനന്ദക്ക് ഇഷ്ടമാണെങ്കിലും കല്യാണം നടക്കണമെങ്കിൽ അതിനുള്ള ധൈര്യം, ഇറങ്ങി വരാനുള്ള ധൈര്യവും മനസ്സും വേണം. സുധീഷേട്ടൻ വിളിച്ചപ്പോ ചേച്ചി ചേട്ടന്റെ കൂടെ ഇറങ്ങി വന്നില്ലേ, അതാണ് റിയൽ ലവ്. അത് ഇവര് സമ്മതിച്ചു തരില്ല. വീട്ടുകാരെ വിട്ട് സുനന്ദ ഒന്നും തന്നെ ചെയ്യില്ല. ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാണ് നികേഷ്. പിന്നീട് ബൈക്ക് യാത്രക്കിടയിൽ ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷേട്ടാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനിയെങ്കിലും ഈ ബട്ടർ അടിക്കലൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. എന്ത് ബട്ടർ അടിക്കുകയോ ഞാനോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കടയിൽ വെച്ച് സുധീഷേട്ടൻ ആ പെണ്ണിനോട് സൈസ് ചോദിക്കുന്നത് കണ്ടെന്ന് ഹരീഷ്. സൈസ് ചോദിച്ചത് അവളുടെ സൈസാണോ എന്ന് തമാശയായി പറയാണ്.
നൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സൈസല്ലേടാ ഞാൻ ചോദിച്ചത്. സുധീഷിനെ കുറിച്ച് ഹരീഷ് വീണ്ടും കളിയാക്കി പറയുമ്പോൾ തന്നെ അത്ര മോശക്കാരനാക്കേണ്ട എന്ന് പറയാണ് സുധീഷ്. കാണാൻ കൊള്ളാവുന്ന കുട്ടികളോട് താൻ വെറുതെ സംസാരിക്കുമെന്ന് പറയാണ്. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ ഹരീഷ് പറയുമ്പോൾ താൻ പോയത് നിധിക്ക് നൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്നും അല്ലാതെ കുട്ടിയെ കാണാനല്ലെന്നും സുധീഷ് പറയും. നിധി എപ്പോഴും ചുരിദാറാണ് ഇട്ട് നടക്കുന്നത്, അതുകൊണ്ട് അവൾക്കൊരു നൈറ്റ് വാങ്ങാൻ വിചാരിച്ചതാണെന്ന് പറയും സുധീഷ്. സ്ത്രീകൾക്ക് നൈറ്റിയാണ് കൂടുതൽ ഭംഗിയെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷിന് അത് ചിരിയാണ് വരുന്നത്. നിങ്ങളുടെ കല്യാണം വീണ്ടും കഴിഞ്ഞോ? എനിക്കൊരു സംശയം. ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലല്ലോ ഞങ്ങളുടെ കൂടെയല്ലേ കിടക്കാറുള്ളത് എന്നൊക്കെ സുധീഷ് ചോദിക്കുന്ന സമയത്തന്നെ വിശ്വാസമില്ലെങ്കിൽ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം, അവിടെ വെച്ച് സത്യം എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താമെന്നൊക്കെ പറയാണ് സുധീഷ്. സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാതെ ഞാൻ ഒരിക്കലും ഒരു ജീവിതം ആരംഭിക്കില്ലെന്ന് സത്യം ചെയ്തതാണ്. കല്യാണം കഴിഞ്ഞു വരുമ്പോൾ വീടിനെ പറ്റി സംസാരിക്കുകയായിരുന്നു എന്നും അപ്പോൾ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കാവുള്ളൂ എന്ന് നിധി പറഞ്ഞു എന്ന് സുധീഷ് പറയാണ്. നിധിയുടെ ആ ഒരു കാര്യം സ്നേഹത്തോടെ താൻ സ്വീകരിച്ചതാണെന്നും പറയും. നിന്നെ കൊണ്ട് നീ ഒന്ന് നേരെ വണ്ടി ഓടിക്കാൻ നോക്ക്, അന്നേരം സത്യം താൻ കണ്ടുപിടിച്ചോളാമെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് നേരെ ഹരീഷിന്റെ തലക്കുരുട്ടൊരു കുട്ടങ്ങ് കൊടുക്കുകയാണ്. ദേ തലയിലടിക്കരുതെന്ന് ഹരീഷ് പറയുമ്പോൾ ഇത്തരം ചോദ്യം നിർത്ത്, അല്ലെങ്കിൽ പിന്നെ തലക്കടി കിട്ടുമെന്നൊക്കെ പറയാണ് സുധീഷ്. പിന്നീട് അങ്ങനെ നിധി മുറിയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സുധീഷ് അങ്ങോട്ടേക്ക് വരും. സുധീഷ് വരുന്നത് കണ്ട് നിധി പുസ്തകം വായിക്കുകയാണോ എന്ന് ചോദിക്കണേ. അതെ, ഇവിടെ TV ഒന്നും ഇല്ലല്ലോ, ബോറടിക്കുന്നത് കൊണ്ട് വെറുതെ ഓരോ പുസ്തകം വായിച്ചിരിക്കുകയാണെന്ന് പറയും നിധി. വായിക്കുന്നതൊക്കെ നല്ലതാണെന്ന് സുധീഷ് പറയും. നിധിക്ക് 2 സർപ്രൈസ് ഉണ്ടെന്നും സുധീഷ് അത് ഗസ് ചെയ്യാൻ പറയുമ്പോൾ നിധി അത് ഗസ് ചെയ്യാൻ തുടങ്ങി. തനിക്ക് താമസിക്കാനുള്ള മുറി എങ്ങാനും റെഡിയായോ എന്നായിരിക്കും സന്തോഷത്തോടെ തന്നെ നിധി ചോദിക്കുന്നത്. അതൊന്നുമല്ലെന്നും, എന്നാൽ അത് കേൾക്കുന്ന സമയത്ത് തന്നെ സുധീഷിന് സങ്കടാവാണ്. പിന്നീട് അതൊന്നുമല്ലെന്നും സർപ്രൈസ് വേറെയാണെന്നും സുധീഷ് പറഞ്ഞു. എന്താ എന്ന് ചോദിക്കുമ്പോൾ നാളെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകാനുണ്ടെന്നും അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ താൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ അത് നിധിക്ക് വലിയധികം സന്തോഷമാവുന്നുണ്ട്. വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണോ എന്ന് നിധി ചോദിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ലെന്നും സുഭാഷ് ഏട്ടന്റെ ഏർപ്പാടാണെന്നും പറഞ്ഞ് സുധീഷ് അവൾക്ക് ധൈര്യം നൽകി. സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്നും സുധീഷ് നിധിക്ക് ഉറപ്പു നൽകുന്നു. സുഭാഷ് ഏട്ടനോടുള്ള നന്ദി പറയണമെന്ന് നിധി. ഇന്റർവ്യൂവിന് തന്റെ കയ്യിലുള്ള ഡിസൈൻസ് എല്ലാം കൊണ്ടുപോകണമെന്നും ഡിസൈൻ കണ്ട് അവർ ഇംപ്രസ് ആകുമെന്നും പറയാണ് നിധി. അങ്ങനെ നിധി തന്റെ ഫോണിലുള്ള കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ സുധീഷിനെ കാണിക്കാൻ നോക്കുന്ന സമയത്തിന് സുധീഷിന് വല്ലാതാവാണ്. എന്നാലും ഇവൾ രണ്ടാമത്തെ സർപ്രൈസിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ആ രണ്ടാമത്തെ സർപ്രൈസ് എന്താണ് സുധീഷ് പറയുന്നുണ്ട്. അതെ, രണ്ടാമത്തെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചില്ലല്ലോ എന്ന് നിതീഷ് ചോദിക്കുന്ന സമയത്തിന് അയ്യോ, ജോലിയെക്കുറിച്ച് പറഞ്ഞ സന്തോഷത്തിൽ ഞാൻ അതങ്ങ് മറന്നുപോയി എന്ന് പറയും. എന്നാ രണ്ടാമത്തെ സർപ്രൈസ് എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധിക്കായി താൻ വാങ്ങിച്ച നൈറ്റി അവൾക്ക് നൽകി. ഇതെന്താ എന്ന് ചോദിക്കുന്ന സമയത്തിന് നൈറ്റി ആണെന്ന് പറയും. ഇത് നൈറ്റി ആണല്ലോ, നിധി എപ്പോഴും ചുരിദാറാണ് ഇട്ട് നടക്കാറുള്ളത്, അതുകൊണ്ട് നൈറ്റി ഇട്ടാൽ കംഫർട്ടബിൾ ആവുമെന്ന് കരുതിയെന്ന് പറയാണ് സുധീഷ്. നിധി പക്ഷേ തനിക്ക് നൈറ്റ് ഇഷ്ടമില്ലെന്നും സുധീഷിനോട് തുറന്നു പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് അധികം നൈറ്റിയാണ് ഇഷ്ടമെന്ന് ജയറാം ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സിനിമയൊന്നും താൻ അധികം കാണാറില്ല, സോറി എന്നും പറഞ്ഞ് അതങ്ങ് തിരിച്ചു കൊടുക്കുകയാണ് നിധി. സർപ്രൈസായി നൈറ്റ് വാങ്ങിയിട്ട് അത് അവൾക്ക് എടുക്കാത്തതിൽ നിതീഷ് നിരാശപ്പെട്ടു. സോറി എന്ന് നിധി പറയുമ്പോൾ സാരമില്ല എന്ന് പറയാണ് സുധീഷ്. ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നിധി അത് കൊടുക്കുന്നത്. അങ്ങനെ സുധീഷ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ തന്റെ കുറച്ച് ഡ്രോയിങ്സ് എല്ലാം പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ടെന്നും അത് നാളത്തെ ഇന്റർവ്യൂവിനായി കൊണ്ടുപോകണമെന്നും നിധി സുധീഷിനോട് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് സുധീഷിനായിരിക്കും. സുധീഷിന് ഒരു ഓട്ടം കിട്ടി. ഒരു മാഡത്തിന്റെ കൂടെ ടാക്സിയിൽ പോകുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. സുഖമാണോ മാഡം എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് സുധീഷ് എന്ന് പറയും. ഡ്രൈവറായി വിളിക്കുമ്പോൾ വലിയ തിരക്കിലായിരുന്നല്ലോ, ഇപ്പൊ തിരക്കൊന്നുമില്ലേ എന്ന് അവർ ചോദിക്കും. ട്രാവൽസിൽ ജോലി ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടാറില്ല എന്നും അതുകൊണ്ട് കുറച്ച് ദിവസമായി ലോക്കൽ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നും പറയാണ് സുധീഷ്. ചെറിയൊരു വിവാഹം നടന്നുവെങ്കിലും ഇപ്പോൾ അതുകൊണ്ട് ലോക്കൽ ഓട്ടം മതിയെന്നും പറയാണ്. സുധീഷിന്റെ വിവാഹമായിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ എന്ന് അവർ ചോദിച്ചു. ട്രാവൽസിൽ ഓട്ടം പോയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റില്ലെന്നും അതുകൊണ്ടാണ് പുതിയ തീരുമാനമെടുത്തതെന്നും സുധീഷ് പറഞ്ഞു. മാഡത്തിന് അത് മനസ്സിലാവുകയും ചെയ്തു. സുധീഷ് വിവാഹം കഴിച്ചു എന്നും അതെല്ലാം പെട്ടെന്നായിരുന്നു എന്നും ലവ് മാരേജ് ആണെന്നൊക്കെ പറയാണ് സുധീഷ്. അങ്ങനെ സുധീഷ് മാഡത്തോട് കൂടുതൽ സംസാരിക്കാണ്. അപ്പോൾ ഭാര്യയ്ക്ക് താനൊരു നൈറ്റി വാങ്ങിച്ചു കൊടുത്തു എന്നും അതൊന്നും തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്റെ ഭാര്യയ്ക്ക് ആ ഒരു നൈറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ ഇങ്ങനെ സുധീഷ് പരാതി പറയുന്ന സമയത്ത് തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നൈറ്റി ഒന്നും ഇഷ്ടപ്പെടില്ലെന്നും പകരം അവർക്ക് നൈറ്റ് സ്യൂട്ട്സ് വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്നും ആ മാഡം പറഞ്ഞു കൊടുത്തു. സർപ്രൈസ് ആയി നൈറ്റി വാങ്ങിയ തന്നെ അവൾ കളിയാക്കുമ്പോൾ സുധീഷ് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. നികേഷ് വീട്ടിലിരിക്കുമ്പോൾ സുധീഷ് നൈറ്റ് സ്യൂട്ടുമായി വീട്ടിലേക്ക് കയറി വരികയാണ്. ഇത് നിനക്കല്ല, ഇത് ഞാൻ നിധിക്ക് സർപ്രൈസ് വാങ്ങിച്ച ഗിഫ്റ്റാണെന്ന് പറയാണ് സുധീഷ്. കാലം മാറിപ്പോയി എന്നും ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ തരൂ എന്ന് നികേഷ് കളിയാക്കി പറഞ്ഞു.
വീട്ടിൽ ഭാര്യയായ അനിയന്മാരെ മാത്രം നോക്കിയാൽ പോരല്ലോ എന്ന് പറയാണ് സുധീഷ്. സർപ്രൈസ് ഗിഫ്റ്റ് നൽകുമ്പോൾ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കണമെന്ന് നികേഷ് അവനെ ഉപദേശിക്കാണ്. അത് എങ്ങനെയുണ്ടാകുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രാക്ടീസ് തന്നോളാൻ പറയാൻ നികേഷ്. നിധി, ഇതാ നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് സുധീഷ് ആ ഒരു നികേഷിന്റെ കയ്യിലേക്ക് നൈറ്റ് സ്യൂട്ട് നൽകുന്നു. ഇത് കണ്ട് നികേഷ് നല്ലോണം അങ്ങ് ചിരിക്കാണ്. കൊല്ലം സംഘം അവതരിപ്പിക്കുന്ന ഇതാ നിനക്കൊരു സമ്മാനം എന്ന രീതിയിലുള്ള നാടകം പോലെയുണ്ട് ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചുകൂടി നാച്ചുറൽ ആവണം എന്നൊക്കെ പറഞ്ഞ് നികേഷ് അവനെ ഉപദേശിക്കും. എടാ, കണ്ണടച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും, കണ്ണടച്ച് പറഞ്ഞാൽ നോക്കിയാൽ ശരിയാകുമെന്ന് നികേഷ് പറയുമ്പോൾ കണ്ണടച്ച് സുധീഷ് ആ ഒരു കവറ് നേരെ ആ നികേഷിന്റെ കയ്യിലേക്ക് നീട്ടുന്നു. ഈ സമയത്താണ് ഇതൊന്നും മനസ്സിലാവാതെ അച്ഛൻ ഭാസ്കരൻ അങ്ങോട്ടേക്ക് ഹാളിലേക്ക് വരുന്നത്. സുധീഷും നികേഷും കണ്ണടച്ച് നിൽക്കുമായിരുന്നു. കണ്ണടച്ച് ഗിഫ്റ്റ് നൽകുന്ന സുധീഷ് എനിക്കോ എന്ന് ഭാസ്കരൻ ചോദിക്കാണ്. ഇതാ ഈ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ആ ഒരു ഗിഫ്റ്റ് നേരെ നീട്ടുന്ന സമയത്ത് തന്നെ ഭാസ്കരൻ അങ്ങ് തെറ്റിദ്ധരിക്കാണ്. സുധീഷ് വാങ്ങിച്ചിരിക്കുന്ന ഗിഫ്റ്റ് ഭാസ്കരനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ ഭാസ്കരൻ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നാളത്തെ എപ്പിസോഡിൽ ഇനി വളരെയധികം രസകരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് അരങ്ങേറാൻ പോകുന്നത്. ഭാസ്കരൻ അങ്ങ് തെറ്റിദ്ധരിക്കാണ്. ആ നൈറ്റ് സ്യൂട്ട് തനിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ മകൻ വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചിട്ട് വേഗം കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ടായിരിക്കട്ടോ പുറത്തേക്ക് ഭാസ്കരൻ വരുന്നത്. എന്നാൽ ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് തന്നെ നിധിക്കും ഹരീഷിനും സുധീഷിനും സുഭാഷിനും എല്ലാവർക്കും വല്ലാതെ ചിരിയാവും. എന്നാൽ അച്ഛനെ കൊണ്ട് ആ ഒരു ഡ്രസ്സ് അഴിച്ചിരിപ്പിച്ചുകൊണ്ട് തന്നെ അത് നേരെ പൊതിഞ്ഞ് കെട്ടിയിട്ട് സുധീഷ് വീണ്ടും നിധിക്ക് കൊണ്ടുപോയി കൊടുക്കാണ്. എന്നാൽ ആ ഒരു നൈറ്റ് സ്യൂട്ട് കാണുന്ന സമയത്ത് തന്നെ നിധിക്ക് വല്ലാത്ത ദേഷ്യം വരും. ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും അങ്ങ് നിരസിക്കാണ്. പിന്നീട് അങ്ങനെ നിധി സങ്കടപ്പെട്ട് അവിടെ പോയി നിൽക്കുന്ന സമയത്തിന് സുധീഷ് പോയിട്ട് അവളോട് സോറി പറയുന്നുണ്ട്. നിധി, നിനക്ക് എന്ത് സാധനം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്ന് പറയുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ സുധീഷ് ഒരു കാര്യം ചെയ്യേ, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഈ വീട്ടിലേക്കൊന്നും തന്നെ വാങ്ങിച്ചു വരരുത്. ഇപ്പം തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുമല്ലോ ഇന്റർവ്യൂ. അന്ന് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് നീതി ഇരിക്കുന്നത് ടേബിളിലായിരിക്കും. പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇന്റർവ്യൂവിന് റെഡിയായി വന്നിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സുധീഷ് ആണെങ്കിൽ എല്ലാവരെയും പറ്റിയിട്ട് കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഹരീഷിന് അങ്ങ് ദേഷ്യം വരാണ്. ഹരീഷ് ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ എപ്പോഴാണ് കോളേജിൽ പോയത്, വെറുതെ എന്നെ പറ്റിയിട്ട് ഓരോന്നും പറഞ്ഞു കൊടുക്കണ്ട. സുഭാഷ് ഏട്ടനെ പറ്റിയിട്ടുണ്ട്, നീ ഒരുപാട് കള്ളങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനി എന്നെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാൻ തന്നെ പൊളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹരീഷ് അങ്ങ് ദേഷ്യപ്പെടും. അന്നേരം സുധീഷിന് വല്ലാതാവുന്നുണ്ട്. സുധീഷ് പറയുന്ന ഓരോ കള്ളത്തരങ്ങളും നിധിയുടെ മുന്നിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതോടുകൂടി തന്നെ നിധിക്ക് സുധീഷിന്റെ മേലുള്ള വിശ്വാസം ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു പോവാണ്. എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നിധിയുടെ ആ ഒരു നൈറ്റ് ഡ്രസ്സും കൊണ്ടുകൊണ്ട് തന്നെ അത് ധരിച്ചുകൊണ്ട് തന്നെ ഭാസ്കരൻ അവരുടെ മുന്നിലേക്ക് വരുന്നത്. ആ ഒരു കാഴ്ച കണ്ട് ആദ്യം എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും നികേഷ് അങ്ങ് ചിരിക്കാൻ തുടങ്ങും. അതോടുകൂടെ തന്നെ എല്ലാവരും അതൊരു കോമഡി ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ചിരിക്കാൻ തുടങ്ങാണ്. പിന്നീട് അങ്ങനെ നിധി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തായിരിക്കും സുധീഷിന്റെ അടുത്ത കള്ളത്തരം കൂടി അങ്ങ് പൊളിയുന്നത്. സുധീഷ് വെറുതെ ഒരു കപട നാടകം കളിച്ചതായിരുന്നു, ശരിക്കുമുള്ള ഇന്റർവ്യൂ അല്ല എന്ന കാര്യമെല്ലാം തന്നെ നിധിക്ക് മനസ്സിലാവും. അതോടുകൂടെ തന്നെ സുധീഷിന്റെ വീട് വിട്ടു പോവാനൊക്കെ നിധി തീരുമാനിക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇനി നാളത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.